ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജനുവരി 1. 2026 ഒരു സർക്കാർ ജോലി, സർക്കാർ ഉദ്യോഗം എന്ന തലക്കെട്ടോടുകൂടി പുതിയൊരു ക്ലാസ് ആരംഭിക്കുകയാണ്. ഇത് പഴയ ക്ലാസ്സിൻ്റെ ബാക്കി തന്നെയാണ്. നമ്മുടെ ക്ലാസ് ആദ്യം തുടങ്ങിയത് 2020 ഒക്ടോബർ 15-ാം തീയതിയാണ്. ആ ക്ലാസ് ഞാൻ തുടർന്നു വന്നു. ഈ അടുത്ത കാലത്തായി സജീവമായി എനിക്ക് വരാൻ കഴിയാതെ പോയി ക്ലാസ്സുകളിൽ. കഴിയാതെ പോയതിന് പല കാരണങ്ങളുണ്ട്. ചിലരെ എന്നെ ബുദ്ധിമുട്ടിച്ചു, എൻ്റെ സ്വകാര്യമായ ചില പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ 2026 ജനുവരി 1 മുതൽ ഈ ക്ലാസ് പൂർവാധികം ഭംഗിയായി പണം കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീണ്ടും തുടങ്ങുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഈ ക്ലാസ് പെട്ടെന്ന് തുടങ്ങാനൊരു കാരണമുണ്ടായി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5:55 എനിക്കൊരു ടെലിഫോൺ കാൾ കിട്ടി. ആ ടെലിഫോൺ കാളിൽ സംസാരിച്ചത് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി പണ്ട് നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പം മറ്റൊരു സ്ഥാപനത്തിൽ പഠിക്കുകയാണ്, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സ്ഥാപനത്തിൽ. പക്ഷെ ആ കുട്ടി കിടക്കയിൽ കിടന്നുകൊണ്ട് എന്നെ അന്വേഷിക്കുകയും നമ്മുടെ പഴയ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ആ കുട്ടിയെ കാണാനായിട്ടൊന്ന് പോയി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി ആ കുട്ടിയെ കാണാൻ പോയി. ആ കുട്ടി ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയല്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ സമയം അത്രയും പാഴിക്കളയുകയായിരുന്നു. എന്തുകൊണ്ട് ഞാൻ ക്ലാസ് എടുത്തില്ല? ഈ കുട്ടികൾ എവിടെ പോയാലും ഈ കാണുന്നത് നമ്മുടെ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ആ കുട്ടിയെ റിക്വസ്റ്റ് ചെയ്തു, സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ കിടക്കയിൽ കിടന്നായാലും എനിക്ക് ആ ക്ലാസ് കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഉൾവിളി ഉണ്ടായി. എന്തുകൊണ്ട് ക്ലാസ് നടത്തിക്കൂടാ? അത് മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആർജിച്ചിട്ടുള്ള ചെറിയ വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് GK ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ്, മലയാളം, പരമാവധി ക്ലാസ് 2026 ഞാൻ ജോലി വാങ്ങുമെന്ന് ഒരു ബുക്ക് എടുത്ത് എഴുതി വയ്ക്കുക. താഴെ ചക്രവാണി സാർ കൂടെ ഉണ്ട്, അതിൽ തർക്കമേ വേണ്ട. അതുകൊണ്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പണ്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാതെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ഉപരാഷ്ട്രപതി അല്ലെന്നുണ്ടെങ്കിൽ ചെയർമാൻ ഓഫ് രാജ്യസഭ. ഞാനിത് സംസാരിക്കുമ്പോഴത്തേക്ക് വളരെ വിവാദമായ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഞാൻ പറയുകയാണ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, പറയണോ? വയനാട്, കോഴിക്കോടൊക്കെ പറയണോ? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എത്രാമത്തെ വൈസ് പ്രസിഡന്റ് ആണ്? എത്രാമത്തെ വ്യക്തിയാണ്? എല്ലാവർക്കും കൺഫ്യൂഷനാണ്. പണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് തർക്കിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എത്രാമത്തെ വ്യക്തി, എത്രാമത്തെ പ്രസിഡന്റ്? ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോവാണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് 15ാമത്തെ വ്യക്തിയാണ്. വ്യക്തി 15ാമത്തെ വ്യക്തി. എന്നാൽ 17ാമത്തെ വൈസ് പ്രസിഡന്റ്, 17ാമത്തെ വൈസ് പ്രസിഡന്റ് വ്യക്തി 15ാമത്തെ വ്യക്തി. ഈ പ്രസ്താവന നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായ ഈ പ്രസ്താവന പറയുമ്പോഴത്തേക്ക് ഇത് രണ്ടും വ്യക്തമായി അറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. 15 വ്യക്തികൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. ആ 15 വ്യക്തികളെ കുറിച്ച് പറയുകയാണ്. ഇതാ നോക്കൂ. ഒന്നാമത്തെ വ്യക്തി ഡോക്ടർ രാധാകൃഷ്ണൻ, രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ, മൂന്നാമത്തെ വ്യക്തി VV ഗിരി, നാലാമത്തെ വ്യക്തി GS പതക്, അഞ്ചാമത്തത് BD ജെട്ടി, ആറാമത്തത് മുഹമ്മദ് ഹിദായത്തുള്ള, ഏഴാമത്തത് R വെങ്കട്ടരാമൻ, 8 ശങ്കർദയാൽ ശർമ്മ, 9 KR നാരായൺ, 10 കൃഷ്ണൻ കാന്ത്, 11 ഫൈറോൺ സിംഗ് ഷെക്കാവത്ത്. 11, ഇവിടെ 11ആയി. 11 വ്യക്തികളാണ്. 11. 12 മുഹമ്മദ് ഹമീദ് അൻസാരി, 13 വെങ്കയ്യ നായിഡു, 14 ജഗദീപ് ധൻകർ, 15 CP രാധാകൃഷ്ണൻ. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലായെന്ന് നോക്കൂ, കറക്റ്റ് മനസ്സിലായെന്ന് നോക്കൂ. ഇനി അതൊന്നും വിളിച്ചു പറയരുത്. അപ്പോൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകുന്ന 15ാമത്തെ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകുന്ന 15ാമത്തെ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. അത് ക്ലിയറായി. ഇനി 17ാമത്തെ വൈസ് പ്രസിഡന്റ്
17ാമത്തെ വൈസ് പ്രസിഡന്റ് നോക്കൂ, ഡോക്ടർ രാധാകൃഷ്ണൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 52, 57 ഒന്നാമത്, 57, 62 രണ്ടാമത്. ഡോക്ടർ സക്കീർ ഹുസൈൻ മൂന്നാമത്തെ വ്യക്തി, മൂന്നാമത്തെ വൈസ് പ്രസിഡന്റ്, വ്യക്തിയല്ല, മൂന്നാമത്തെ വൈസ് പ്രസിഡന്റ്. ബി.വി. ഗിരി 4ാമത്തെ വൈസ് പ്രസിഡന്റ്, ജി.എസ്. പഥക് 5ാമത്തെ വൈസ് പ്രസിഡന്റ്, ബി.ഡി. ജെട്ടി 6ാമത്തെ വൈസ് പ്രസിഡന്റ്, മുഹമ്മദ് ഹിദായത്തുള്ള 7ാമത്തെ വൈസ് പ്രസിഡന്റ്, വെങ്കിട്ടരാമൻ 8ാമത്തെ വൈസ് പ്രസിഡന്റ്, ശങ്കർ ദയാൽ ശർമ്മ 9ാമത്തെ വൈസ് പ്രസിഡന്റ്, കെ.ആർ. നാരായൺ 10ാമത്തെ വൈസ് പ്രസിഡന്റ്, കൃഷ്ണൻകാന്ത് 11ാമത്തെ വൈസ് പ്രസിഡന്റ്, ഫൈറോൺ സിംഗ് ഷെക്കാവത്ത് 12ാമത്തെ വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ മുഹമ്മദ് ഹമീദ് അൻസാരി 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. 13ാമത്തെ പ്രാവശ്യവും 14ാമത്തെ പ്രാവശ്യവും. വെങ്കയ്യ നായിഡു 15ാമത്തെ പ്രാവശ്യം, ജഗദീപ് ധൻകർ 16ാമത്തെ പ്രാവശ്യം, സി.പി. രാധാകൃഷ്ണൻ 17ാമത്തെ വൈസ് പ്രസിഡന്റ്. അപ്പൊ സി.പി. രാധാകൃഷ്ണൻ 15ാമത്തെ വ്യക്തിയുമാണ്, 17ാമത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമാണ്. 17ാമത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ്. ഇത് ക്ലിയർ ആയോ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ എഴുതിയത് സി.പി. രാധാകൃഷ്ണൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകുന്ന 15ാമത്തെ വ്യക്തിയും 17ാമത്തെ വൈസ് പ്രസിഡന്റുമാണ്. അതിന്റെ കാരണം ഡോക്ടർ രാധാകൃഷ്ണൻ 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇദ്ദേഹം 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയി. അതുപോലെ തന്നെ മുഹമ്മദ് ഹമീദ് അൻസാരി 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവർ 2 കൂടി. അപ്പോൾ 15 2 17. 17ാമത്തെ വൈസ് പ്രസിഡന്റും 15ാമത്തെ വ്യക്തിയുമാണ് സി.പി. രാധാകൃഷ്ണൻ. ഇതിനെക്കുറിച്ചാണ് ഇന്നേ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ബോർഡിൽ കിടക്കുന്നതിൽ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തികൾ എത്ര? വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയത് ഡോക്ടർ രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയി 1. ഡോക്ടർ സക്കീർ ഹുസൈൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയി 2. ബി.വി. ഗിരി വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയി. പിന്നീട് വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം വരുന്നത് ആർ വെങ്കിട്ടരാമൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയി. ശങ്കർ ദയാൽ ശർമ്മ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയി. കെ.ആർ. നാരായൺ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയി. അപ്പൊ നമുക്ക് നോക്കാം, 1 2 3 4 5 6. അപ്പൊ 6 വ്യക്തികൾ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 6 വ്യക്തികൾ. ഈ പറഞ്ഞ ഇത്രയും ക്ലിയർ ആണ്. ഇവിടെ 1-2 കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, വി.വി. ഗിരി കേരളത്തിലെ ഗവർണർ ആയിരുന്നു. അത് പിന്നീട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തത്, കൃഷ്ണൻകാന്ത് അധികാരത്തിലിരുന്ന് മരിച്ച വ്യക്തിയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കേണ്ടി വരും. പിന്നെ 2 പ്രാവശ്യമായിരുന്നത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 2 പ്രാവശ്യമായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഹമീദ് അൻസാരി 2 പ്രാവശ്യം, അതായത് 10 വർഷം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഒരു പ്രസ്താവനയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. ഇനി നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. അതുകൊണ്ട് ഞാൻ ബോർഡൊന്ന് അഴിക്കുകയാണ്. എല്ലാവരും എഴുതിയെടുത്ത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ബോർഡൊന്ന് അഴിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. നാം സംസാരിക്കുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. 17ാമത്തെ വൈസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ആകുന്ന 15ാമത്തെ വ്യക്തിയുമാണ് സി.പി. രാധാകൃഷ്ണൻ എന്നാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഈ സി.പി. രാധാകൃഷ്ണൻ തമിഴ്നാടുകാരനാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാദ്യമേ മനസ്സിലാക്കി വെച്ചേക്കണം. തമിഴ്നാടുകാരനാണ്. അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സി.പി. രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട പദവി ഏത്? മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ പാർട്ട് 5-ലാണ് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 5-ലാണ് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത്. മൊത്തം 25 പാർട്ടുണ്ട്. 25 പാർട്ട് ഭരണഘടനയിൽ 5ാമത്തെ പാർട്ടിലാണ് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വൈസ് പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ് വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ. 63 മുതൽ 71 വരെ വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സി.പി. രാധാകൃഷ്ണൻ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. സി.പി. രാധാകൃഷ്ണൻ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാനാണ്.
എന്നാൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനെ കുറിച്ച് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. 1952, 57, 62 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി നാം ആഘോഷിച്ചു വരുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് തമിഴ്നാട്ടിലെ തിരുത്തണിയിലാണ്. തിരുത്തണി PSC ഒരു മാർക്ക്. തിരുത്തണിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി. അത് ആ പ്രസിഡന്റ് എടുക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. രാജ്യസഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി ചെയർമാനുണ്ട്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് SV കൃഷ്ണമൂർത്തി റാവു ആണ്. SV കൃഷ്ണമൂർത്തി റാവു 1952-62. ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരും ചർച്ച ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി 52-62 ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ SV കൃഷ്ണമൂർത്തി റാവു 1952 മുതൽ 62 വരെ ആയിരുന്നു. 2 ടേമിലായിരുന്നു. എന്നാൽ ഇപ്പോ രാജ്യസഭയുടെ ചെയർമാൻ നമുക്കറിയാം, CP രാധാകൃഷ്ണൻ നമുക്കറിയാം. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഇപ്പോ ഹരിവൻഷ് നാരായൺ സിംഗ്. ആരാണ്? ഹരിവൻഷ് നാരായൺ സിംഗ്. ഹരിവൻഷ് നാരായൺ സിംഗ്. 2 പോയിന്റാണ് ഞാനിവിടെ പറഞ്ഞത്. എൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 2026 ജോലി വാങ്ങിക്കൊള്ളൂ. 1 വർഷം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോ രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 2 പ്രാവശ്യം 1952, 57, 57, 62. അതുകൊണ്ട് അദ്ദേഹത്തെ രാജ്യസഭയുടെ പിതാവെന്ന് വിളിക്കുന്നു. എന്നാൽ രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ SV കൃഷ്ണമൂർത്തി റാവു ആണ്. രാജ്യസഭയുടെ ഇപ്പോഴത്തെ ചെയർമാൻ നമുക്കറിയാം CP രാധാകൃഷ്ണൻ. നമ്മൾ നേരത്തെ പറഞ്ഞു CP രാധാകൃഷ്ണൻ, ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് ആണ്. ഹരിവൻഷ് നാരായൺ സിംഗ് എഴുതിയെടുത്തോ? ഹരിവൻഷ് നാരായൺ സിംഗ്. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. എല്ലാവരും ബോർഡിലേക്ക് വരിക. എന്നിട്ട് നോക്കൂ. ഇവിടെ രാജ്യസഭയുടെ ചെയർമാൻ വൈസ് പ്രസിഡന്റ് നമുക്കറിയാം. അദ്ദേഹത്തിന് വയസ്സ് 35 വയസ്സ് തികയണം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകാൻ. കാലാവധി 5 വർഷം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാലാവധി 5 വർഷം. എന്നാൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാന് 30 വയസ്സ് തികഞ്ഞിരിക്കണം. 30 വയസ്സ് കഴിയണം. രാജ്യസഭ അംഗമാകണം. അദ്ദേഹത്തിന്റെ കാലാവധി 6 വർഷം. ഈ 6 വർഷവും 5 ഓർമ്മിച്ച് വെച്ചേക്കുക. ഇപ്പൊ രാജ്യസഭയുടെ ചെയർമാന് 5 വർഷം, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാന് 30 വയസ്സ് കഴിഞ്ഞാൽ മതി. അദ്ദേഹത്തിന് എത്ര വർഷം ഇരിക്കാം? 6 വർഷം ഇരിക്കാം. 6 വർഷം. ചെയർമാൻ 5 വർഷം പറ്റുള്ളൂ. കാരണം ഈ ചെയർമാൻ രാജ്യസഭയുടെ അംഗമല്ല. ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയുടെ അംഗമാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. നാം സംസാരിച്ചു വരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇലക്ഷൻ ഈ അടുത്ത കാലത്ത് നടന്നതുകൊണ്ടാണ് ഇത് സംസാരിക്കാൻ ഇടവന്നത്. CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ. രാജ്യസഭാ ചെയർമാനെ കുറിച്ചാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. ഉപരാഷ്ട്രപതി എന്ന് പറയുന്നില്ല, രാജ്യസഭയുടെ ചെയർമാൻ എന്നാണ് അതിന് പറയുന്നത്. ഇനി നമുക്ക് ഈ രാജ്യസഭാ ഇലക്ഷൻ നടന്നല്ലോ. രാജ്യസഭാ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്ക് രാജ്യസഭയ്ക്ക് ഒരു റിട്ടേണിംഗ് ഓഫീസർ വേണം. ഏതൊരു ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ വേണം. ഈ രാജ്യസഭയുടെ ഇലക്ഷൻ നടത്തുന്നതും രാജ്യസഭയുടെ ചെയർമാന്റെ ഇലക്ഷൻ നടത്തുന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പൊ രാജ്യസഭയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ നടന്നപ്പോ റിട്ടേണിംഗ് ഓഫീസർ PC സേത്തി ആയിരുന്നു. PC സേത്തി ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. ഇദ്ദേഹം രാജ്യസഭയുടെ സെക്രട്ടറി ജനറലാണ്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, CP രാധാകൃഷ്ണനെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു? ഉത്തരം PC സേത്തി.
ഈ PC സേത്തി ആരാണ്? PC സേത്തി രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്നാൽ ലോകസഭയ്ക്ക് ഇതുപോലെ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. ലോകസഭയുടെ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ്. ഉത്പൽ കുമാർ സിംഗ്. ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന് സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ഉദിക്കുന്നുണ്ട്. രാജ്യസഭയുടെ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോ രാജ്യസഭയുടെ ചെയർമാന്റെ ഇലക്ഷൻ കഴിഞ്ഞു. ഈ രാജ്യസഭ ഇലക്ഷൻ ഒന്ന് CP രാധാകൃഷ്ണൻ, എതിർ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡി ആയിരുന്നു. B സുദർശൻ റെഡ്ഡി. സുദർശൻ റെഡ്ഡി ആയിരുന്നു. B സുദർശൻ റെഡ്ഡി ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ B സുദർശൻ റെഡ്ഡി, ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയാണെന്നും ഇദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ CP രാധാകൃഷ്ണൻ NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത് ഇന്ത്യ സഖ്യത്തിന്റെ INDIA ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. എന്നാൽ B സുദർശൻ റെഡ്ഡി ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഇതൊരു അബ്രിവേഷൻ ആണ്. ഇതിന്റെ ഫുൾ ഫോം ആണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ്. അതിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു B സുദർശൻ റെഡ്ഡി എന്നുകൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ ജഗദീപ് ധൻഖറെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ചു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇദ്ദേഹം രാജസ്ഥാൻകാരനാണ്, ജഗദീപ് ധൻഖർ. രാജസ്ഥാനെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 വാക്ക് പറഞ്ഞിട്ട് പോണ്ടേ? എല്ലായിടത്തും നോളജ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഒന്ന്, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചത്, ഇന്ത്യയുടെ എത്ര ശതമാനമാണ് രാജസ്ഥാൻ? രാജസ്ഥാൻ ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയുടെ 10.4% രാജസ്ഥാൻ. 10.4% ആണ് രാജസ്ഥാൻ. ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേസമയം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 1.18%. ഇന്ത്യയുടെ 10.4% ഭൂപ്രദേശം രാജസ്ഥാൻ്റെതാണ്. എന്നാൽ ഇന്ത്യയുടെ 1.18% പ്രദേശമാണ് കേരളത്തിനുള്ളത്. അപ്പൊ എന്ത് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുക. ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കാണും. മറ്റൊന്ന്, രാജസ്ഥാനിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഫജൽലാൽ ശർമ്മയാണ്. ഫജൽലാൽ ശർമ്മ. ഇപ്പൊ നിങ്ങൾ ചോദിക്കണം, ചക്രവാണി സാർ നമ്മൾ പറഞ്ഞ വൈസ് പ്രസിഡന്റിനെ കുറിച്ചല്ലേ, ഇവിടെ നോളജ് പരത്തണം. ഫജൽലാൽ ശർമ്മയാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് മനസ്സിലാക്കുക. തലസ്ഥാനം ജയ്പൂർ ആണെന്നറിയാം. അതേപോലെ തന്നെ രാജസ്ഥാൻ രൂപീകരിച്ച 1956 നവംബർ 1 14 സ്റ്റേറ്റുകൾ ഒരുമിച്ച് രൂപീകരിച്ച ഒരെണ്ണമാണ് രാജസ്ഥാൻ എന്നുകൂടി എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. പിങ്ക് സിറ്റി എന്നാണ് ജയ്പൂരിനെ അറിയപ്പെടുന്നത്. പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഇടയ്ക്ക് പിങ്കിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. പിങ്ക് റിബൺ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. പിങ്ക് റിബൺ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ അടയാളമായിട്ടാണ് ഇത് പറയുന്നത്, പിങ്ക് റിബൺ പറയുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലോക ക്യാൻസർ ഡേ ഫെബ്രുവരി 4 ലോക മണ്ണു ദിനം പിന്നെ ഡിസംബർ 5 ഓർമ്മിച്ച് വെച്ചേക്കുക. ഡിസംബർ 5 ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഞാൻ വൈസ് പ്രസിഡന്റിലേക്ക് വരുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ ഈ ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഹൈറാർക്കി ഉണ്ട്, അല്ലെങ്കിൽ പ്രീസിഡൻസ്, മുൻഗണനാക്രമം. മുൻഗണനയിൽ 1ാമത് വരുന്ന ആര്, 2ാമത് വരുന്നത് ആരെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? എന്നെ മനസ്സിലായോ? പഴയ ചക്രവാണി സാർ മനസ്സിലായി കാണില്ലേ? അഭിപ്രായങ്ങളെല്ലാം വെട്ടിത്തുറന്നെഴുതണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതൽ ഈ ക്ലാസ്സുകൾ എടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, ഇതിന്റെ ഹൈറാർക്കിയെ കുറിച്ച് ആദ്യം എഴുതാം. ഹൈറാർക്കിയുടെ സ്പെല്ലിംഗ് പ്രശ്നമാണ്. HIERARCHY
CHY, ഹെറാർക്കി. ഹെറാർക്കി മീൻസ് ശ്രേണി. ശ്രേണി അല്ലെങ്കിൽ സ്ഥാനം എന്നുള്ള അർത്ഥം. സ്ഥാനക്രമം എന്ന് പറയാൻ നമുക്കിതിനെ സ്ഥാനക്രമം, സ്ഥാനക്രമം, ഹെറാർക്കി. അല്ലെങ്കിൽ വേറൊരു വാക്കോട് പറയാം, പ്രീസിഡൻസ്. PRECEDENCE, പ്രീസിഡൻസ്. പ്രീസിഡൻസ്, PRECEDENCE, പ്രീസിഡൻസ്, മുൻഗണന. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ശ്രദ്ധിച്ചോളണേ. മുൻഗണന. നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ, നമ്മളൊക്കെ താഴേറ്റത്ത് നിൽക്കുന്നവരാണ്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ ഭരണഘടനാ തലവന്മാരുടെ റാങ്ക് എങ്ങനെയാണ്? ഒന്നാമത് വരുന്ന ആൾ, രണ്ടാമതാര്, മൂന്നാമതാരെന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഹെയറാർക്കിയുടെ സ്പെല്ലിംഗ് PSC ഇംഗ്ലീഷിന് ചോദിക്കാം. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളല്ലേ. ഹെയറാർക്കി, HIERARCHY, ഹെയറാർക്കി, സ്ഥാനം. ഹെയറാർക്കിയിൽ പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറി, അതിന് താഴോട്ടുള്ള ഹെയറാർക്കിയാണ്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിക്ക് താഴെ AJ തിലകാണ്. AJ തിലക്. അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. നമുക്ക് ഈ ഹെയറാർക്കി പറയാനുള്ള കാരണം, ഈ അടുത്ത കാലത്തുള്ള ഒരു പരീക്ഷയ്ക്ക് ഹെയറാർക്കി ചോദിച്ചിരുന്നു. ഇന്ത്യയുടെ മുൻഗണനാ ക്രമത്തിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് പ്രസിഡന്റാണ്. ഹെയറാർക്കിയിൽ ഒന്നാം റാങ്ക് പ്രസിഡന്റ്. പ്രസിഡന്റാണ് ഒന്നാം സ്ഥാനം. അപ്പൊ എവിടെ ഈ ഒന്നാം സ്ഥാനം ആർക്കാണ്? പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒന്നാം സ്ഥാനം. ഈ ഹെയറാർക്കിയില് ഇപ്പോഴത്തെ പ്രസിഡന്റ് 15ാമത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. അവർ ഇന്ത്യയുടെ ഹെയറാർക്കിയിൽ അല്ലെങ്കിൽ ഓർഡർ ഓഫ് പ്രീസിഡൻസ്, ഓർഡർ ഓഫ് പ്രീസിഡൻസിൽ നമ്പർ 1 ആണ് ഇന്ത്യൻ പ്രസിഡന്റ്. ഇപ്പൊ ദ്രൗപദി മുർമു, അവർ ആദ്യം ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് തെറ്റില്ല. ഒറീസക്കാരിയാണെന്നൂടെ മനസ്സിലാക്കുക. മുർമു ട്രൈബൽ വിഭാഗമാണെന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഓർഡർ ഓഫ് പ്രീസിഡൻസിൽ രണ്ടാമത് വരുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് രണ്ടാമത്തെ റാങ്ക്. ഇപ്പൊ ഒരു മീറ്റിംഗ് വന്നാൽ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുന്ന പ്രസിഡന്റിനാണ്. രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ 15ാമത്തെ വ്യക്തിയും 17ാമത്തെ പ്രസിഡന്റുമാണ്. ദ്രൗപദി മുർമു 15ാമത്തെ പ്രസിഡന്റാണ്. 15ാമത്തെ പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ദ്രൗപദി മുർമു എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ്. ഓർഡർ ഓഫ് പ്രസിഡൻസിൽ മൂന്നാമത്തെ പ്രൈം മിനിസ്റ്ററാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അറിയാം. 2014 മുതൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മൂന്നാമത്തെ പ്രാവശ്യമാണ്. അദ്ദേഹം ഗുജറാത്തിൽ 14 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. നരേന്ദ്രമോദി 14 വർഷം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ 75 ആണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പിന്നെ അടുത്ത ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 4ാം സ്ഥാനത്ത് വരുന്നതാണ് ഗവർണർ. 4 ഗവർണർ. ഗവർണറാണ് 4ാം സ്ഥാനത്ത് വരുന്നത്. GOVERNOR, ഗവർണർ. ഗവർണറിൽ 2 ഉണ്ട്. ഇത് ഇംഗ്ലീഷിൽ സ്പെല്ലിങ്ങിന് ചോദിക്കാം, പ്രസിഡൻസ് സ്പെല്ലിങ്ങിന് ചോദിക്കാം, ഹെയറാർക്കി ചോദിക്കാം. ഞാൻ തന്നെ ഇംഗ്ലീഷും പറഞ്ഞു തരണ്ടേ. ഈ ഗവർണർ PSCക്ക് ചോദിക്കുന്ന സ്പെല്ലിംഗ് ആണ് GOVERNOR. 2 ഉണ്ട് ഗവർണറിൽ. ഗവർണർക്ക് 4ാം സ്ഥാനമാണ്. ഓർഡർ ഓഫ് പ്രസിഡൻസ് ഹെയറാർക്കിയിൽ 4ാം സ്ഥാനമാണ് ഗവർണർക്കുള്ളത്. ഈ ഗവർണറെ കുറിച്ച് പറയുന്ന പാർട്ട് 6 ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റ് ആണ്. ആകെ 25 പാർട്ടാണ്. ആ പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റ് ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവ് അല്ലെ യൂണിയൻ ഗവൺമെന്റ്. പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് ഗവർണർ കിടക്കുന്നത്. 4 ഗവർണർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് വരുന്നത് ലിവിംഗ് പ്രസിഡന്റ്സ് ആണ്. 5 ജീവിച്ചിരിക്കുന്ന പ്രസിഡന്റ്. ഇപ്പൊ നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പൊ അവർ ജീവിച്ചിരിപ്പുണ്ട്. ലിവിംഗ് പ്രസിഡന്റ്. ഇപ്പൊ ലിവിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ളത് നമുക്കറിയാം. ലിവിംഗ് പ്രസിഡന്റിൽ ജീവിച്ചിരിക്കുന്ന 2 പേരുണ്ട്. ഇപ്പോൾ ലിവിംഗ് പ്രസിഡന്റില് ഒരാള് പ്രതിഭാ ദേവി സിംഗ് പാട്ടീൽ, പിന്നീട് രാംനാഥ് കോവിന്ദ്. 2 പേര് ജീവിച്ചിരിപ്പുണ്ട്. നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തികൾ. അവർക്ക് ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 5ാം സ്ഥാനമാണുള്ളത്. 5ാം സ്ഥാനം. രാംനാഥ് കോവിന്ദ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. PSC 1 മാർക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയതിന്റെ അധ്യക്ഷനായിരുന്നു
രാംനാഥ് കോവിന്ദ് എന്നുകൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. 6ാം സ്ഥാനം ചീഫ് ജസ്റ്റിസ്. 6ാം സ്ഥാനം 6ാം സ്ഥാനം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ സ്പീക്കർ ഓഫ് ലോകസഭ. 6ാം ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 6ാം സ്ഥാനം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇപ്പോഴത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 53ാമത്തെ ആളാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സ്പീക്കർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓം ബിർള, രാജസ്ഥാൻകാരനായ ഓം ബിർള. 18ാം ലോകസഭയാണെന്ന് മനസ്സിലാക്കി വെക്കണം, 15ാം നിയമസഭയാണെന്ന് ഓർമ്മിച്ച് വെക്കണം. ഓം ബിർളയാണ് ലോകസഭാ സ്പീക്കർ ആണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 7ാം സ്ഥാനം, ഞാൻ മൊത്തം എഴുതുന്നില്ല, 7ാം സ്ഥാനം ഓർഡർ ഓഫ് പ്രസിഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹൈറാർക്കിയിൽ 7ാം സ്ഥാനം വരുന്നതെന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. നമ്മുടെ മന്ത്രിമാരുണ്ട്. മന്ത്രിമാരിൽ ഏകദേശം 30 പേര് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ്. പ്രധാനമന്ത്രി വിളിക്കുന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അങ്ങനെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 7ാം സ്ഥാനമാണുള്ളതെന്ന് മനസ്സിലാക്കി വെച്ചേക്കേണ്ടതുണ്ട്. പിന്നെ ഒന്ന് ഓപ്പോസിഷൻ ലീഡർ, ലോകസഭാ പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ ലോകസഭാ സീറ്റിന്റെ 10% സീറ്റുകൾ കിട്ടിയിരിക്കണം. ലോകസഭയിൽ 543 സീറ്റാണ്, അത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 7ാമത് വരുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ 30 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. മിനിസ്റ്റേഴ്സിന്റെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. മിനിസ്റ്റേഴ്സിന്റെ എണ്ണം മൊത്തം ലോകസഭാ അംഗങ്ങളുടെ അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങളുടെ 15%. അത് 91ാം ഭരണഘടനാ ഭേദഗതി 2003. 91ാം ഭരണഘടനാ ഭേദഗതി 2003 അനുസരിച്ച് മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെയും നിയമസഭയുടെയും അംഗങ്ങളുടെ 15% ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടാൻ പാടില്ല. മിനിമം 12 മന്ത്രിമാരും വേണം. അത് നമുക്ക് പിന്നീട് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കാം. അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 7ാം സ്ഥാനമാണ്. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി, SUMANBERY ആണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പം മല്ലികാർജുന ഖാർഗെയാണ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെയാണ്. അദ്ദേഹം കർണാടകക്കാരനാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവുമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരികയാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളെ ബുക്കിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതൂ. ലോകസഭയുടെ ലീഡർ ആരാണ്? രാജ്യസഭയുടെ ലീഡർ ആരാണ്? നമ്മുടെ ഈ ക്യാമറ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് വിനീതാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കൂടെ പഠിക്കുകയും നമ്മളെ സ്ഥാപനത്തിന്റെ ഒരു അഭ്യുതകാംക്ഷിയാണ് വിനീതാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ 2 ക്വസ്റ്റ്യനാണ് വിനീതെ ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാജ്യസഭയുടെ ലീഡർ ആര്, ലോകസഭയുടെ ലീഡർ ആര്? നോക്കൂ, എത്ര പേർക്കറിയാം ഈ ക്ലാസ്സിൽ? കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ, പാലക്കാടാണ് എന്നെ ഒരുപാട് ഫാൻസ് ഉള്ളത്. പാലക്കാടാണ്. ഒരുപാട് കുട്ടികൾ പാലക്കാട് നിന്നാണ് എന്നെ തിരക്കുന്നുവെന്ന് പാലക്കാടൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന അധ്യാപകർ പറയാറുണ്ട്. കൂട്ടമായിട്ട് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് തിരക്കുന്നു എന്ന് പറയാറുണ്ട്. ഞാൻ പറയട്ടെ ഉത്തരം. ലോകസഭയുടെ ലീഡർ നരേന്ദ്രമോദിയാണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. രാജ്യസഭയുടെ ലീഡർ JP നദ്ദയാണ്. JP നദ്ദ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. JP നദ്ദ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഞാൻ സംസാരിച്ചത്. 2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഇനി അടുത്ത് പറയാൻ പോകുന്ന വിവരം 2 ക്വസ്റ്റ്യൻ ആദ്യമേ ഞാൻ പറയാൻ പോവുകയാണ്. യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആരെല്ലാം പെടും? 1. 2, സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആരെല്ലാം പെടും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു IAS മോഡൽ ക്വസ്റ്റ്യൻ ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവ്, യൂണിയൻ കാര്യനിർവഹണ വിഭാഗത്തിൽ ആരെല്ലാം പെടും? മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? പറയൂ, സ്പീഡ് കൂടി പോകുന്നുണ്ടോ? യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആരെല്ലാം പെടും? അതായത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെ പെടും? യൂണിയൻ എക്സിക്യൂട്ടീവിൽ പെടുന്നത് എല്ലാവരും ശ്രദ്ധിച്ച്, ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്.
യൂണിയൻ എക്സിക്യൂട്ടീവ് അതായത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ആരെല്ലാം പെടുമെന്നാണ് പറയാൻ പോകുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവിൽ പെടുന്നത് ഒന്ന് പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, 3 പ്രൈം മിനിസ്റ്റർ, 4 മിനിസ്റ്റേഴ്സ്, പിന്നെ അറ്റോർണി ജനറൽ. ഇതാണ്, ഇത്രയും പേര് ചേർന്നതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു 15ാമത്തെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് 15ാമത്തെ വ്യക്തിയായ CP രാധാകൃഷ്ണൻ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വാരാണസിയിലെ MP ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ മിനിസ്റ്റേഴ്സ് ഉണ്ട്, കേന്ദ്ര മിനിസ്റ്റേഴ്സ്. പിന്നെ അതിൽ പെടുന്ന ആരാണെന്ന് വെച്ചാൽ അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ 76 ആണ്. അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ എന്താണ് വിനീതേ? 76 ആണ് അറ്റോർണി ജനറൽ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. എഴുതണോ? R വെങ്കിട്ടരമണി ആണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. ഇതുപോലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഒന്ന് ഗവർണർ, ഒന്ന് ചീഫ് മിനിസ്റ്റർ, അടുത്ത മിനിസ്റ്റേഴ്സ്. പിന്നെ വരുന്ന ആരാണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ജനറൽ. ഇതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ പെടുന്നത് ഒന്ന് ഗവർണറാണ്. ഇപ്പോഴത്തെ ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാം, രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ ഇപ്പോഴത്തെ ഗവർണർ. അദ്ദേഹത്തിന്റെ സ്വദേശം ഗോവയാണ്. ഒന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ കേരളത്തിൽ വരുന്നതിന് മുമ്പ് ബീഹാർ ഗവർണറായിരുന്നു. കേരളത്തിൽ ഉണ്ടായിരുന്ന വളരെ വിവാദമായിട്ടുള്ള മുഹമ്മദ് ആരിഫ് ഖാൻ അദ്ദേഹം ബീഹാറിലേക്ക് പണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. മുഹമ്മദ് ആരിഫ് ഖാൻ ഏത് സ്റ്റേറ്റുകാരനാണ് എന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശുകാരനാണ്. അങ്ങനെയാണെങ്കിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗോവക്കാരനാണ്. അദ്ദേഹം കേരളത്തിലെ ഗവർണറായി വരുന്നതിന് മുമ്പ് അദ്ദേഹം ബീഹാറിലെ ഗവർണറായിരുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയതാണ്. ബീഹാറിലെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിൽ വിവാദം സൃഷ്ടിച്ച അതെല്ലാം പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹത്തെ നേരെ ഇങ്ങോട്ട് മാറ്റി, മുഹമ്മദ് ആരിഫ് ഖാനെ നേരെ ബീഹാറിലേക്ക് മാറ്റി എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു തന്നു, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തെ പറഞ്ഞു തന്നു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു IAS ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് 2026 ജനുവരി 1 പുതുപ്പിറവി ദിനം. ഇന്ന് മുതൽ 12 മാസം കൊണ്ട് ഒരു ജോലി വാങ്ങാൻ എല്ലാവരും തയ്യാറാകണം. ഒപ്പം ഞാനും കൂടി ഉണ്ട്. 1 രൂപയും മുടക്കണ്ട, നേരെ ഉറക്കമൊഴിഞ്ഞ് കണ്ടാൽ മതി. ഉറക്കമൊഴിയുക, ക്ലാസ് കാണുക, വേറൊന്നുമില്ല. ഹിസ് സൂപ്പർഫ്ലോസ് ഹൈനസ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഹിസ് സൂപ്പർഫ്ലോസ് ഹൈനസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതിരു കടന്ന മഹത്വം എന്ന് അറിയപ്പെടുന്ന ആരെ കുറിച്ചാണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നില്ലേ, രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നു. അപ്പോ ഹിസ് സൂപ്പർഫ്ലോസ് മീൻസ് അതിര് കടന്ന, ഹൈനസ് മഹത്വം, അതിര് കടന്ന മഹത്വമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ അവകാശങ്ങളും മറ്റുമൊക്കെ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ഹിസ് സൂപ്പർഫ്ലോസ് ഹൈനസ് എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് പോണ്ടേ? പോണം. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വൈസ് പ്രസിഡന്റ് എന്ന ആശയം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഞാൻ ഒന്ന് ബോർഡ് അടിച്ചാൽ എന്താ ഇത്? വൈസ് പ്രസിഡന്റ് എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത് എന്നുള്ളതാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നമ്മുടെ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരുപാട് ആശയങ്ങൾ നമ്മൾ മറ്റ് ഭരണഘടനകളിൽ നിന്ന് കടമെടുത്തതാണ്. ഇവിടെ വൈസ് പ്രസിഡന്റ് എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത് വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ഇംപീച്ച്മെന്റ് അമേരിക്കയിൽ നിന്നാണ്
കടമെടുത്തത്. നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. പോട്ടെ, അമേരിക്കയിലേക്ക് പോട്ടെ, ചുമ്മാ അങ്ങ് പറഞ്ഞ് കളഞ്ഞാൽ മതിയോ? 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോയിലാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയോ? അമേരിക്കയിൽ ആകെ 50 സ്റ്റേറ്റുകളാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയോ? അതേപോലെ തന്നെ ഈ അമേരിക്കയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയോ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം ജൂലൈ 4 കിട്ടിയോ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബ്രിട്ടൻ നടത്തിയത് 1783 വേറൊരെണ്ണം കിട്ടിയോ? ജുഡീഷ്യൽ റിവ്യൂ ഇന്ത്യ കടമെടുത്തത്, ഇന്ത്യയുടെ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ ചുമ്മാ അമേരിക്കയെ കുറിച്ച് പറയുമ്പോൾ 3-4 പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ചോദ്യം ഒരു ഉത്തരം വിളിച്ചു പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ ആ ഉത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ക്ലാസ്സിന്റെ രീതിയല്ല അത്. ഇത് പൈസ ഉണ്ടാക്കാനല്ല, ജീവിതം എല്ലാം പറഞ്ഞു തീർത്ത് അവസാനിപ്പിച്ച് പോകാനാണ്. അതുകൊണ്ട് ഒരു പിശുക്കുമില്ലാതെ ഞാൻ പറഞ്ഞു തരികയാണ്. അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളുണ്ട്. നമ്മുടെ ആമുഖം നമ്മൾ കടമെടുത്ത അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശം കടമെടുത്തത്, ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡന്റാണ്. PSC ഒരു മാർക്ക്. 47ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ആന അടയാളം റിപ്പബ്ലിക്കൻ പാർട്ടി. അമേരിക്കൻ പ്രസിഡന്റ് കാലാവധി 4 വർഷമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് കാലാവധി 5 വർഷമാണ്. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? 5 വർഷമാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ 15ാമത്തെ വ്യക്തി. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇപ്പോഴത്തേത് JD വാൻസ് ആണ്. JD വാൻസ്, VANCE, JD വാൻസ് ആണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അമേരിക്കൻ പാർലമെന്റ് 2 സഭകളാണ്. ഒന്ന് സെനറ്റ്. അമേരിക്കയിൽ ഇന്ത്യ ബൈക്യാമറലാണ്. ഇന്ത്യയുടെ രാജ്യസഭയും ലോകസഭയും. ബ്രിട്ടനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസുമാണ്. എന്നാൽ അമേരിക്കയിലാണെങ്കിൽ ഒന്ന് സെനറ്റ്. സെനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാജ്യസഭയ്ക്ക് തുല്യമാണ്. സെനറ്റിൽ ആകെ 100 അംഗങ്ങളാണുള്ളത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് 2 പേര്. 50 സ്റ്റേറ്റ് ഇൻറ്റു 2 100 പേരാണ് സെനറ്റിലെ അംഗങ്ങൾ. എന്നാൽ അമേരിക്കയിലെ ലോകസഭയ്ക്ക് തുല്യമായിട്ടുള്ളത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ആണ്. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് 435 അംഗങ്ങളുണ്ട്. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവില് 435 അംഗങ്ങൾ ഉണ്ട്. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലോകസഭയിൽ 543 പേരുണ്ട്. ഇവിടുത്തെ 543 തുല്യമാണ് അമേരിക്കയിലെ 435. അപ്പൊ ഞാൻ ഒരിക്കൽ പറയട്ടോ, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. അമേരിക്കയിലെ പാർലമെന്റ് 2 സഭകളാണ്. അതിന്റെ അപ്പർ ഹൗസ് എന്ന് പറയുന്നത് സെനറ്റ് ആണ്. സെനറ്റിൽ 100 പേരാണ്. 50 സ്റ്റേറ്റുകളിൽ നിന്ന് ആണ് തെരഞ്ഞെടുക്കുന്നത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് 2 പേർ, 100 പേരാണ് സെനറ്റിലെ അംഗങ്ങൾ. ഇവിടെ അമേരിക്കയിലെ ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്, അതിൽ 435 പേരാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ വൈസ് പ്രസിഡന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വന്നത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമേരിക്കയെ കുറിച്ച് ബോസ്റ്റൺ ടീ പാർട്ടിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോമൺ സെൻസ് തോമസ് പെയിൻ എഴുതിയ പാംലെറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തെല്ലാം തീർത്ഥാടന പിതാക്കന്മാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമേരിക്കയെ കുറിച്ചൊക്കെ നമുക്ക് ഇനി പഠിക്കണം. അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. ഇന്ത്യയുടെ യഥാർത്ഥ പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. PSC ഒരു മാർക്ക്. സെക്രട്ടേറിയറ്റ്. ഇന്ത്യയുടെ യഥാർത്ഥ പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. PSC ഒരു മാർക്ക്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ അനുബന്ധ കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ്. ഒരു ചോദ്യവും ഒരു ഉത്തരവും അല്ല ഇവിടുത്തെ മെത്തേഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുക. വൈസ് പ്രസിഡന്റ് രാജ്യസഭാ ചെയർമാനാണ്. രാജ്യസഭയുടെ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. നമ്മുടെ ഇവിടെ ബൈക്യാമറൽ സിസ്റ്റമാണ്. ഈ ബൈക്യാമറൽ സിസ്റ്റം ഇന്ത്യ കടമെടുത്തത് UK-യിൽ നിന്നാണ്. ബൈക്യാമറൽ സിസ്റ്റം കടമെടുത്തത് UK-യിൽ നിന്നാണ്. ബ്രിട്ടൻ ബൈക്യാമറൽ ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറയുന്നത് രാജ്യസഭയും ലോകസഭയും അത് ബൈക്യാമറലാണ്. അപ്പൊ ഈ ബൈക്യാമറൽ സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിൽ രാജ്യസഭയുടെ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ.
ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, പാർലമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 79 ആർട്ടിക്കിൾ 79 പാർലമെന്റിനെ കുറിച്ച് പറയുന്നു. പാർലമെന്റ് എന്നാൽ പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ, ഇത് മൂന്നും കൂടെ ചേർന്നാണ് ഇന്ത്യൻ പാർലമെന്റ്. ക്വസ്റ്റ്യൻ, പാർലമെന്റ് എന്നാൽ എന്ത്? പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് പാർലമെന്റ്. പാർലമെന്റിന്റെ ഭാഗമാണ് പ്രസിഡന്റ്. പ്രസ്താവന ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാണ് പ്രസിഡന്റ്. പ്രസ്താവന ശരിയാണ്. എന്നാൽ ഈ ബൈകാമറൽ സിസ്റ്റം നാം അതുപോലെ തന്നെ ആർട്ടിക്കിൾ 80 രാജ്യസഭയാണ്, ആർട്ടിക്കിൾ 81 ലോകസഭ. അപ്പോൾ ആർട്ടിക്കിൾ 79 ഇന്ത്യൻ പാർലമെന്റ്, 80 രാജ്യസഭയെ കുറിച്ച് പറയുന്നു, ആർട്ടിക്കിൾ 81 ലോകസഭയെ കുറിച്ച് പറയുന്നു. ഇത് 18ാം ലോകസഭയാണ്. തുടക്കത്തിൽ 395 ആർട്ടിക്കിളാണ് ഭരണഘടന അംഗീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഭരണഘടന അംഗീകരിച്ചപ്പോഴത്തേക്ക് 8 ഷെഡ്യൂളും 22 പാർട്ടുകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 25 പാർട്ടുകളും 12 ഷെഡ്യൂളുകളും ഏകദേശം 470 ആർട്ടിക്കിൾസ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അനുച്ഛേദങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഈ ബൈകാമറൽ സിസ്റ്റം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ UK കുറിച്ച് പറഞ്ഞു. ഈ UK കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം, ഈ UK യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ, ഇന്ത്യയെ ഭരിച്ചിരുന്ന രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമാണ് യുണൈറ്റഡ് കിങ്ഡം. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് ആണ്. 4 പ്രവിശ്യകൾ ചേരുന്നതാണ്. 4 പ്രവിശ്യകൾ എന്ന് പറയുന്നത് വെയിൽസ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്. ഈ 4 പ്രദേശങ്ങൾ ചേരുന്നതാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നാണെന്ന് പറയൂ. ഒന്ന്, അതിന് വൈസ് എന്നൊരു കോഡ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇംഗ്ലണ്ട്, വൈസ്, വെയിൽസ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്. ഇത് ചേരുന്നതാണ് ഏത്? ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. 4 ഐലൻഡുകളാണ് ചേർന്നതാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ പോവുകയാണ്. ഈ ഇംഗ്ലണ്ടിന്റെ യഥാർത്ഥ പേരെന്താണ്? ഇന്ത്യയുടെ യഥാർത്ഥ പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. കുഴപ്പമില്ല, ഇറ്റ് ഇസ് വെരി ക്ലിയർ. പാകിസ്ഥാന്റെ യഥാർത്ഥ പേര് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന ബംഗ്ലാദേശിന്റെ പേര് BSc ചോദിച്ചിട്ടുണ്ട്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്നാണ് ബംഗ്ലാദേശിന്റെ പേര്. എന്നാൽ UKയുടെ പേര് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യുണൈറ്റഡ് കിങ്ഡം, അതുകൊണ്ടാണ് നമ്മൾ UK എന്ന് പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്, അതാണ് ആ രാജ്യത്തിന്റെ മുഴുവൻ പേര്. അവരെഴുതുമ്പോഴത്തേക്ക് അങ്ങനെ എഴുതുള്ളൂ രാജ്യത്തിന്റെ പേര്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നാണ് യഥാർത്ഥ പേര്. ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന വെസ്റ്റ്മിനിസ്റ്റർ എന്ന് പറയുന്ന പ്ലേസിലാണ് ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതെന്നുകൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, ബ്രിട്ടന്റെ പാർലമെന്റ് 2ആണെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് ആണ്, ഹൗസ് ഓഫ് ലോർഡ്സ്, പ്രഭുസഭ. 2 ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസ് ആണ് ഇവിടുത്തെ ലോകസഭ. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ആണ് അമേരിക്കയിലെ ഇവിടുത്തെ ലോകസഭയ്ക്ക് തുല്യമായിട്ടുള്ളത്. 435 പേരാണ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന അമേരിക്കൻ സഭയിലുള്ളതെങ്കിൽ ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസിൽ ആകെ ഉള്ളത് 650 പേരാണ്. ഹൗസ് ഓഫ് കോമൺസിൽ ഇലക്ടഡ് ആണ് 650 പേരാണ് ഹൗസ് ഓഫ് കോമൺസിൽ. ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകസഭയ്ക്ക് തുല്യമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ രാജാവിന്റെ പേരാണ് ചാൾസ് മൂന്നാമൻ. ബ്രിട്ടനിലെ രാജാവ് പറയണോ? ചാൾസ് മൂന്നാമൻ. ബ്രിട്ടനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് സർ കെയർ സ്റ്റാർമർ. KER Starmer. KER Starmer. KEIR. KER STARMER. KER Starmer. ബ്രിട്ടൻ പ്രധാനമന്ത്രി KER Starmer. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണെന്ന് ഓർമ്മിച്ചു വെക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വിനീതേ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഹൗസ് ഓഫ് കോമൺസിനെ സംബന്ധിച്ച് 650 പേരുള്ള ബ്രിട്ടനിലെ ലോവർ ഹൗസ് ആണ് ഹൗസ് ഓഫ് കോമൺസ്. ആ ഹൗസ് ഓഫ് കോമൺസിനെ കുറിച്ച് ഈ ഇടയ്ക്ക് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജൂലൈ 18. 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എവിടെ? PSC ഒരു മാർക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജൂലൈ 18 പാസ്സാക്കിയത്
ഹൗസ് ഓഫ് കോമൺസിലാണ്. അപ്പൊ ഹൗസ് ഓഫ് കോമൺസ് ആയിരുന്നു PSC പരീക്ഷയുടെ ഒരു മാർക്കെന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ചു വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നാണ് തലസ്ഥാനം ലണ്ടൻ. ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ റൂൾ ഓഫ് ലോ കടമെടുത്തത്. ബ്രിട്ടനിൽ നിന്നാണ് ക്യാബിനറ്റ് സിസ്റ്റം കടമെടുത്തത്. അതുപോലെ വോട്ടിംഗ് സിസ്റ്റം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഈ ആശയങ്ങളെല്ലാം കടമെടുത്തുകൊണ്ടല്ലേ പല ആശയങ്ങളും നമ്മൾ കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ദി ലെങ്തിയസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോർ ഇന്ത്യൻസ്, അതാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെക്ഷൻസ് അല്ലെങ്കിൽ 321 ആർട്ടിക്കിൾസ്, 10 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. 321 10 PSC പല പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് 321 സെക്ഷൻസും 10 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഇതിനെയാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ഒന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. അടുത്തത്, രാജ്യസഭയെ കുറിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. രാജ്യസഭ, എല്ലാവരും ബോർഡിലേക്ക് വരിക. ഇന്ത്യ ബൈ ക്യാമറലാണ്. അത് കടമെടുത്തത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ്. ക്യാബിനറ്റ് സമ്പ്രദായം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഇലക്ഷൻ സമ്പ്രദായം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഇല്ലേ? എല്ലാം മനസ്സിലാക്കി വെച്ചേക്കുക. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് 1947 ജൂലൈ 18 ഹൗസ് ഓഫ് കോമൺസ് ആണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി രാജ്യസഭയെ കുറിച്ച് പറയാൻ പോവാണ്. രാജ്യസഭ, യെസ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ രാജ്യസഭ ഇപ്പോഴത്തെ പേരാണ്. രാജ്യസഭയുടെ പഴയ പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. COUNCIL, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇപ്പൊ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ ഇപ്പോഴത്തെ പേരാണ് രാജ്യസഭ. രാജ്യസഭ. അപ്പൊ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ രാജ്യസഭ നിലവിൽ വരുന്നത് 1952 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് രാജ്യസഭ നിലവിൽ വരുന്നത്. ഇത് രാജ്യസഭയായി മാറിയത് 1954 ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. ഓഗസ്റ്റ് 23. അപ്പോ രാജ്യസഭയുടെ പഴയ പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നായിരുന്നു. അത് പിന്നീട് രാജ്യസഭ എന്നാക്കി മാറ്റി 1954. ഏതായാലും രാജ്യസഭ വരുന്നത് 1952 ഏപ്രിൽ 3-നാണ്. 1952 ഏപ്രിൽ 3. ഇതേപോലെ തന്നെയാണ് നമുക്ക് ലോകസഭയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ലോകസഭ 1952 ഏപ്രിൽ 17-നാണ് വന്നത്. ലോകസഭയുടെ പേരാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ. അത് ലോകസഭയായി മാറിയത് 1954-ലാണ് ലോകസഭയായി മാറിയത്. അപ്പൊ രാജ്യസഭ 1952 ഏപ്രിൽ 3, ലോകസഭ 1952 ഏപ്രിൽ 17. രാജ്യസഭയുടെ പഴയ പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ലോകസഭയുടെ പഴയ പേരാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഇനി നമുക്ക് രാജ്യസഭയെ കുറിച്ച് പഠിക്കാം. എല്ലാവരും ബോർഡിലേക്ക് വരിക. രാജ്യസഭയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എപ്പോഴും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. 5 വർഷത്തേക്കാണെന്നുള്ള കാര്യങ്ങളും നമുക്കറിയാം. നമ്മുടെ രാജ്യസഭയിൽ 250 ആളുകൾ വരെ ആകാം. ഇപ്പോൾ ഉള്ളത് 245 ആണ്. 245 പേരാണ് രാജ്യസഭയിലുള്ളത്. രാജ്യസഭ അംഗങ്ങൾക്ക് 6 വർഷം ഇരിക്കാം. 6 years ആണ് രാജ്യസഭയ്ക്ക്. രാജ്യസഭാ അംഗങ്ങളിൽ 233 പേരെ ഇലക്ട് ചെയ്യുന്നു, 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നു പ്രസിഡന്റ്. അങ്ങനെ 245 പേര്. അപ്പൊ നോമിനേറ്റഡ് അംഗങ്ങൾ എത്ര? 12 പേരാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് 12 പേരെയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. ഇപ്പോൾ CP രാധാകൃഷ്ണനാണ്. രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് 6 വർഷം ഇരിക്കാം, 30 വയസ്സ് കഴിഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ലോകസഭ 18-ാം ലോകസഭയാണെന്ന് നേരത്തെ പറഞ്ഞ് ഓർമ്മിച്ച് വെച്ചേക്കുക. എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഈ രാജ്യസഭയുടെ ഇലക്ഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിനീതിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. രാജ്യസഭ സ്ഥിരസഭ എന്ന് പറയാനുള്ള കാരണം എന്താണ്? രാജ്യസഭ സ്ഥിരസഭയാണ്. ലോകസഭ 5 വർഷം കഴിയുമ്പോൾ കഴിയും. അതായത് ഇപ്പോൾ 18-ാം ലോകസഭയാണ്. അത് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ 19-ാം ലോകസഭ എന്നറിയപ്പെടും. ഇപ്പൊ രാജ്യസഭയ്ക്ക് അങ്ങനെ പറയും. രാജ്യസഭ ഒരിക്കൽ രൂപീകരിച്ചതാണ്, അത് കണ്ടിന്യൂസ് ആണ്. രാജ്യസഭ സ്ഥിരസഭ എന്ന് പറയാനുള്ള കാരണം രാജ്യസഭാ അംഗങ്ങളിൽ 1/3 ഭാഗം അംഗങ്ങൾ ഓരോ
ഈ 2 വർഷവും പിരിഞ്ഞു പോകും, പകരം അംഗങ്ങൾ വന്നു ചേരും. അപ്പോൾ ഓരോ ഈ 2 വർഷവും രാജ്യസഭാ അംഗങ്ങളുടെ 1/3 ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോകും. ഓരോ ഈ 2 വർഷവും 1/3 ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോകും, പകരം അംഗങ്ങൾ വന്നു ചേരും. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി ഈ രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ എങ്ങനെയാണ്? രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് MLA-മാരാണ്. രാജ്യസഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന MLA-മാരാണ്. MLA-മാരുള്ള 28 സ്റ്റേറ്റിൽ MLA-മാരുണ്ട്. ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്, 8 കേന്ദ്രഭരണ പ്രദേശമാണ്. 28 പ്രാസമുണ്ട്. ഇന്ത്യയിൽ 28 സ്റ്റേറ്റും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. 28 സ്റ്റേറ്റിൽ MLA-മാരുണ്ട്. അപ്പോൾ രാജ്യസഭയിലേക്ക് വോട്ടവകാശമുണ്ട് MLA-മാർക്ക്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ MLA-മാരുണ്ട്. 8ൽ 3 ആ 3 MLA-മാരുള്ളത് ഒന്ന് പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുശ്ശേരി, തമിഴ്നാട്ടിന്റെ ഭാഗമായിട്ട് ബേ ഓഫ് ബംഗാളിൽ ചേർന്ന് കിടക്കുന്ന പുതുശ്ശേരി. പുതുശ്ശേരിയിൽ നിന്ന് ഒരു ലോകസഭാ അംഗമുണ്ട്, ഒരു രാജ്യസഭാ അംഗമുണ്ട്. പുതുശ്ശേരിയിൽ ഒരു നിയമസഭയുണ്ട്. 30 പേരാണ് പുതുശ്ശേരിയിലുള്ളത് എന്നും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ പുതുശ്ശേരിയിലെ മുഖ്യമന്ത്രി N. രംഗസ്വാമിയാണ്. N. രംഗസ്വാമി. പുതുശ്ശേരി മുഖ്യമന്ത്രി ആരാ? N. രംഗസ്വാമിയാണെന്ന് മനസ്സിലാക്കുക. പോണ്ടിച്ചേരി, പുതുശ്ശേരി എന്നൊക്കെ നമ്മൾ പറയുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. പിന്നീട് ഫ്രഞ്ചുകാരുടെ കേന്ദ്രമായിരുന്നു പുതുശ്ശേരി. ഈ പുതുശ്ശേരിയുടെ കീഴിൽ വരുന്നതാണ് ആന്ധ്രാപ്രദേശിലെ യാനം. പുതുശ്ശേരിയുടെ കീഴിൽ വരുന്നതാണ് തമിഴ്നാട്ടിലുള്ള കാരക്കൽ. പുതുശ്ശേരിയുടെ കീഴിൽ വരുന്നതാണ് കേരളത്തിലുള്ള മാഹി. ഇതെല്ലാം കൂടെ ചേർന്നതാണ് പുതുശ്ശേരി എന്ന് പറയുന്നത്. ഫ്രഞ്ചുകാർ അധിവസിച്ചിരുന്ന പ്രദേശമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോയിൽ ഇന്ത്യ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറയുന്ന ഭാഗത്ത് ഇത് കിടപ്പുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ്. ഡൽഹിയിലാണെങ്കിൽ 3 രാജ്യസഭാ സീറ്റും 7 ലോകസഭാ സീറ്റും ഉണ്ട്. 3 രാജ്യസഭാ സീറ്റ്, 7 ലോകസഭാ സീറ്റ്. ജമ്മു കാശ്മീരിന് ഇപ്പോ ജമ്മു കാശ്മീരിനുള്ളത് 4 രാജ്യസഭാ സീറ്റും 5 ലോകസഭാ സീറ്റുമാണ് ജമ്മു കാശ്മീരിന്. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം വന്നത്. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ എന്ന് ലഡാക്ക് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഏറ്റവും ചെറുത് ലക്ഷദ്വീപാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത് ആരാ? വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത് രാജ്യസഭയിലെ 245 പേരും MP-മാരും, ലോകസഭയിലെ ഇപ്പോൾ 543 MP-മാരുണ്ട്. അങ്ങനെ 788 പേർക്ക് വോട്ടവകാശമുണ്ട്. ഇലക്ട്രൽ കോളേജ് അല്ലെങ്കിൽ വോട്ടർ പട്ടിക, അതിൽ 788 പേരുണ്ട്. 245 പേര് രാജ്യസഭയിൽ നിന്നുള്ള MP-മാരും, എന്ന് പറഞ്ഞാൽ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വോട്ടുണ്ട്. പ്രസിഡന്റ് ഇലക്ഷൻ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടില്ല. അപ്പോൾ വൈസ് പ്രസിഡന്റ് വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് 245 പ്ലസ് 543, അങ്ങനെ 788 പേർക്ക് വോട്ടുണ്ട്. ഒരു MP-ക്ക് ഒരു വോട്ട്. വോട്ടിന് പ്രത്യേക മൂല്യം നിശ്ചയിച്ചിട്ടില്ല. അതേസമയം ലോകസഭാ ഇലക്ഷനിലൊക്കെ ഒരു വോട്ടിന് ഇത്ര മൂല്യമൊന്നുണ്ട്. ലോകസഭയിൽ നിന്ന് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒരു വോട്ടിന് മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വോട്ടിന് ഒരു മൂല്യമേ ഉള്ളൂ. ഇവിടെ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ 245 ലോകസഭാ സീറ്റാണുള്ളത്. ഇത് 1971 സെൻസസ് അനുസരിച്ചിട്ടാണ്. ബേസ് ഇയർ 1971 1971 സെൻസസ് അനുസരിച്ചിട്ടാണ് 543 ലോകസഭാ സീറ്റുള്ളത്. നേരത്തെ 545 ആയിരുന്നു. ലോകസഭയിൽ 552 വരെ ആകാം. ഇപ്പോൾ ഉള്ളത് 543. 43 പ്ലസ് 2 ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു, അത് എടുത്തു കളഞ്ഞു. ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം 104 ഭരണഘടനാ ഭേദഗതി 2020 അനുസരിച്ച് ആംഗ്ലോ ഇന്ത്യ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞു. അപ്പോൾ 104 ഭരണഘടനാ ഭേദഗതി 2020 പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു കളയുകയും SC/ST റിസർവേഷൻ 10 വർഷത്തേക്ക് നീട്ടുകയും ചെയ്തു. അത് 10 വർഷത്തേക്ക് 2020 നിന്ന് 2030 മാറ്റി. SC/ST റിസർവേഷൻ എന്ന് പറയുന്നത്
ലോകസഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള SC/ST റിസർവേഷൻ 2020 തീരേണ്ടതാണ്. അത് 2030 വരെ നീട്ടി. അത് 104 ഭരണഘടനാ ഭേദഗതിയിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. രാജ്യസഭയെ കുറിച്ച് പറഞ്ഞത് നേരത്തെ പറഞ്ഞു. രാജ്യസഭയെ കുറിച്ച് പറയുന്നത് പാർട്ട് 5 ആണെന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. രാജ്യസഭയെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് രാജ്യസഭയെ കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കാം. വൈസ് പ്രസിഡന്റ് രാജിക്കത്ത് കൊടുക്കുന്ന ആരാണ്? പ്രസിഡന്റിന്റെ കയ്യിലാണ്. പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കാം. ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കാം. 6 മാസത്തേക്ക് ഇരിക്കാം. 6 മാസത്തേക്ക് ഇരിക്കാമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ മുതിർന്ന ജഡ്ജിക്കോ പ്രസിഡന്റ് ചുമതലകൾ നിർവഹിക്കാം. അങ്ങനെ പ്രസിഡന്റ് ചുമതല നിർവഹിച്ച ഒരു ചീഫ് ജസ്റ്റിസ് ആണ് ഹിദായത്തുള്ള. അദ്ദേഹം പ്രസിഡന്റിന്റെ ചുമതല നിർവഹിച്ച ആളാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നത്? വൈസ് പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് ഇല്ല. പ്രസിഡന്റിനെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റ് ആണ്. ആർട്ടിക്കിൾ 61 അനുസരിച്ചാണ് പ്രസിഡന്റിനെ പുറത്താക്കുന്നത്, ഇന്ത്യൻ പ്രസിഡന്റിനെ. ഇംപീച്ച്മെന്റ് എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്, ഇംപീച്ച്മെന്റ്. എന്നാൽ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നത് ഒരു പ്രമേയ റെസൊല്യൂഷൻ അനുസരിച്ചിട്ടാണ്. 14 ദിവസത്തിന് മുമ്പ് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം കൊടുക്കാം. 14 ദിവസത്തിന് ശേഷം ചർച്ചയ്ക്കെടുക്കാം. അത് രാജ്യസഭയിലായിരിക്കണം പ്രമേയം എടുക്കേണ്ടത്. രാജ്യസഭയിൽ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള പ്രമേയം പാസ്സാക്കണം. ഈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ ഇഫക്റ്റീവ് സ്ട്രെങ്തിന്റെ 50% കൂടുതൽ. അതാണ് ഇഫക്റ്റീവ് മെജോറിറ്റി. ഇഫക്റ്റീവ് മെജോറിറ്റി 50% കൂടുതലാണ്. അതായത് രാജ്യസഭയിൽ ഇപ്പോൾ ഉള്ള അംഗത്തിലെ, അത് രാജിവെച്ചവരെ കൂട്ടാൻ പാടില്ല, മരിച്ചുപോയവരെ കൂട്ടാൻ പാടില്ല, അതുപോലെ തന്നെ പുറത്താക്കിയവരെ കൂട്ടാൻ പാടില്ല. ഇപ്പമുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള അംഗങ്ങളിൽ 50% കൂടുതൽ MP-മാർ പാസ്സാക്കിയാൽ മാത്രമേ പുറത്താക്കുന്നതിനുള്ള നടപടി ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതേ പ്രമേയം തന്നെ സിമ്പിൾ മെജോറിറ്റിയിൽ ലോകസഭ പാസ്സാക്കണം. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം. വൈസ് പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് ഇല്ല. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നത് റിമൂവൽ ആണെന്നുള്ളത്. അത് രാജ്യസഭയിലാണ് ഈ പ്രമേയം അവതരിപ്പിക്കേണ്ടത്. 14 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. ഇഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാക്കണം. ഇപ്പൊ ഇഫക്റ്റീവ് ആയിട്ടുള്ള അംഗങ്ങൾ എത്ര? ഇപ്പൊ 245 പേരാണ്. അതിൽ 2-3 പേര് ഇല്ല, 2 പേര് രാജിവെച്ചു. 240 ഉള്ളെന്ന് വിചാരിക്കുക. ആ 240ന്റെ പകുതിയിലധികമാണ് ഇഫക്റ്റീവ് മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ ആ പ്രമേയം പാസ്സാകൂ. ഇഫക്റ്റീവ് മെജോറിറ്റിയിൽ രാജ്യസഭ റിമൂവൽ പ്രമേയം പാസ്സാക്കിയാൽ അതേ പ്രമേയം തന്നെ ലോകസഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കണം. സിമ്പിൾ മെജോറിറ്റി മൊത്തമുള്ളതിന്റെ പകുതിയും +1. അപ്പോൾ 10 പേരാണെങ്കിൽ 6 പേരാണ് സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കണം. ഇത് എൻ്റെ സുഹൃത്തുക്കൾ ഭംഗിയായി മനസ്സിലാക്കി വയ്ക്കേണ്ടതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഇനി 1-2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്. 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയ വ്യക്തികൾ ആരെല്ലാം? 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയത് ഒന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1952-62. രണ്ടാമത് വൈസ് പ്രസിഡന്റ് ആയത് മുഹമ്മദ് ഹമീദ് അൻസാരി. 2 പ്രാവശ്യം പ്രസിഡന്റ് ആയിട്ടുണ്ട്. 2007, 2012, 2017, 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയത് മുഹമ്മദ് ഹമീദ് അൻസാരി. അങ്ങനെ 2 വ്യക്തികൾ ഈ 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആൻഡ് മുഹമ്മദ് ഹമീദ് അൻസാരി. രാജിവെച്ച വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ. അവരുടെ എതിർ സ്ഥാനാർത്ഥി മാർഗരറ്റ് ആൾവ ആണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25-നാണ് ഇന്ദിരാഗാന്ധി കിരാതമായ അടിയന്തരാവസ്ഥ, ജനാധിപത്യമെല്ലാം വലിച്ച് കൂരിയെറിഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആർട്ടിക്കിൾ 352 ഉപയോഗിച്ച് തന്നിഷ്ടപ്രകാരം രാജ്യത്തെ ഏകാധിപത്യം നടപ്പിലാക്കി ഇന്ദിരാഗാന്ധി. ആ അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ വിപ്ലവം ആരംഭിച്ചു. ടോട്ടൽ റെവല്യൂഷൻ, ഒമ്പിച്ച വിപ്ലവം നടന്നു. ഇന്ദിരാഗാന്ധി അവസാനം നിവൃത്തിയില്ലാതെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ കള്ളത്തരം കാണിച്ചുവെന്നും 6 വർഷത്തേക്ക് മത്സരിക്കാൻ പാടില്ല എന്നും അലഹബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സിൻഹ വിധിച്ചു. അവസാനം പാർലമെന്റ് പങ്കെടുത്തുള്ളൂ, പക്ഷെ പ്രധാനമന്ത്രിയായിട്ടൊന്നും വലുതായിട്ട് ആക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഇന്ദിരാഗാന്ധിക്ക് നാണക്കേടായിപ്പോയി. ഏകാധിപതികൾക്കെല്ലാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ സംഭവിച്ചത്
1975 ജൂൺ 26 352 വകുപ്പ് അനുസരിച്ച് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ 2 വർഷം കഴിഞ്ഞ് 1977 മാർച്ച് 21 പിൻവലിച്ചു. 21 മാസം. 1975 ജൂൺ 25 അർദ്ധരാത്രി. ഇപ്പൊ 26 എന്നും പറയാം. 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിക്കുമ്പോൾ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് BD ജെട്ടിയാണ്. BD ജെട്ടി. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ആയിരുന്നു, അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റുമായിരുന്നു. കാരണം ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചുപോയി. അതുകൊണ്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം. അടിയന്തരാവസ്ഥ പിൻവലിച്ച ആക്ടിംഗ് പ്രസിഡന്റ് ആര്? BD ജെട്ടി. ബാസപ്പ ദാനപ്പ ജെട്ടി. ബാസപ്പ ദാനപ്പ ജെട്ടി PSC 1 മാർക്ക്. ഇങ്ങനെ നമ്മുടെ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച ഒരു ചെറിയ ക്ലാസ്സാണ് ഞാൻ ഇവിടെ എടുത്തത്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. സ്പീഡ് കൂടിപ്പോയോ? ചക്രവാണി സാറിന് പഴയ വൈറ്റാലിറ്റി ഒക്കെ ഉണ്ടോ? വളരെ പ്രായമൊക്കെ കുറേ ആയി. 1 വർഷക്കാലം എന്തായാലും ശരി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, തീർച്ചയാണ്. അവിടെ ബുക്കിൽ എഴുതിയിടുക 2026 ഞാനൊരു സർക്കാർ ജോലി നേടിയിരിക്കും. എവിടെ പോയി പഠിച്ചോളൂ, എനിക്ക് വിരോധമില്ല. നിങ്ങൾ ഏത് ആപ്പിലോ ചേരൂ, എവിടെയോ പഠിച്ചുകൊള്ളൂ, ഉത്തരം വിളിച്ചു പറഞ്ഞുകൊള്ളൂ, ഫീസ് അടച്ചുകൊള്ളൂ. പക്ഷേ ഈ ക്ലാസ് കൂടി കണ്ട് ഒരു ജോലി വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് 2026 എന്ന് പറയുന്ന വർഷം എല്ലാവർക്കും ശക്തമായ പിന്തുണ തരുന്ന ഒരു വർഷമായിരിക്കും ഞങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ മണിമണിയായി പഠിക്കാൻ തീരുമാനിക്കണം. രാവിലെ 5 മണിക്ക് തന്നെ എഴുതിച്ച് ക്ലാസ് കാണാനുള്ള സന്ദർഭം ഉണ്ടാക്കണം. ഏത് സമയത്ത് ക്ലാസ് ഇടണമെന്ന് നിങ്ങൾ പറയണം. ഇതിന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഏത് സമയമാണ് ക്ലാസ് ഇടേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയണം. ഒന്ന് എഴുതി പഠിക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ് മുതൽ ഒരു കറണ്ട് അഫയേഴ്സ്, ഒരു മലയാളം, പിന്നെ സയൻസ് ക്ലാസ്സുകൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് വരും. 2026 എനിക്കൊരു ജോലി കിട്ടും, കിട്ടുമോ എന്നല്ല കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് നിങ്ങൾ ആരംഭിക്കണം. എല്ലാവരും അച്ഛനെയും അമ്മയും ഒക്കെ ബഹുമാനിച്ച് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ പഠനം നടത്തണം. റിസൾട്ട് വന്നതിന് ശേഷമേ മറ്റ് ആളുകൾ അറിയാവൂ. ഒരു ജോലിയുടെ ഓർഡർ വന്നിട്ടേ അറിയാവൂ. അങ്ങനെ സൈലന്റ് റെവല്യൂഷൻ ആയിരിക്കണം നിങ്ങളുടെ പഠനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പുതുവത്സര ദിനത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വീണ്ടും പുതിയ ക്ലാസ്സുകളുമായി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. We'll be right back.